നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അവനെ ഇനി ഇവിടെ കളിപ്പിക്കരുത്, പുറത്തിരുത്തണം, വീട്ടിലിരുന്ന് അവൻ കളി കാണട്ടെ. ഗുഡ് ബൈ പറയാനുള്ള അവസരം പോലും കൊടുക്കരുത്. ലിവർപൂൾ ആരാധകർ ട്രെൻറ്റ് അലക്സാണ്ടർ ആർണോൾഡിന് നേരെ വലിയ രൂപത്തിൽ അവരുടെ ദേഷ്യം പ്രകടിപ്പിക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ ട്രെൻറ്റ് അലക്സാണ്ടർ ആർണോൾഡിൻ്റെ ജേഴ്സി കത്തിക്കുന്ന വീഡിയോകൾ, ലിവർപൂൾ ജേഴ്സി കത്തിക്കുന്ന വീഡിയോകൾ പ്രചരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു. മാർക്കയുടെ റിപ്പോർട്ടിൽ അവർ കൃത്യമായിട്ട് പറയുന്നു, ആ ഒരു ഫ്രസ്ട്രേഷൻ ലിവർപൂൾ ആരാധകർക്കുണ്ട്. അവരുടെ പ്രിയപ്പെട്ട താരം അവിടം വിട്ട് റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നു, അതവർക്ക് ദഹിക്കുന്നില്ല. കുറേ നാളുകളായിട്ട് കേൾക്കുന്നതാണ് ട്രെൻറ്റ് അലക്സാണ്ടർ ആർണോൾഡ് ടു റയൽ മാഡ്രിഡ്. പക്ഷെ കഴിഞ്ഞ ദിവസം ഫബ്രീസിയോ റൊമാനോ സ്ഥിരീകരിച്ചു, ഇപ്പോൾ പ്ലെയറുടെ അടുത്ത വൃത്തങ്ങളും റയൽ മാഡ്രിഡുമായിട്ട് നെഗോസിയേഷൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. റയൽ മാഡ്രിഡ് ഒഫീഷ്യലായിട്ടുള്ള പേപ്പറുകൾ, അതായത് അതിൻ്റെ ഓഫർ ഷീറ്റുകൾ കൊടുത്തു കഴിഞ്ഞു. ഡോക്യുമെൻ്റ് എക്സ്ചേഞ്ച് രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നാണ് അവരുടെ റിപ്പോർട്ട്. അതിൽ കൂടുതൽ കാര്യങ്ങൾ വേറെയും ഉണ്ടായിരുന്നു. ഫബ്രീസിയോയുടെ റിപ്പോർട്ടിൽ അദ്ദേഹത്തിന് ഓർഡിനറി സാലറി എന്ന് പറയുമ്പോൾ എംബാപ്പയുടെയും വിനിയുടെയും ലെവലിലുള്ള സാലറി ആയിരിക്കില്ല, റയലിൻ്റെ പോളിസി അനുസരിച്ചുള്ള സാലറി ആയിരിക്കും ലഭിക്കുക എന്നൊക്കെ വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം കാര്യങ്ങൾ പുരോഗമിച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ ഘട്ടത്തിലാണ് ലിവർപൂൾ ആരാധകർ അവരുടെ ദേഷ്യം പ്രകടിപ്പിക്കുന്നത്. അപ്പം പ്രചരിക്കുന്നൊരു വീഡിയോ അദ്ദേഹത്തിൻ്റെ ജേഴ്സി കത്തിക്കുന്നതാണ്, ലിവർപൂൾ ജേഴ്സി കത്തിക്കുന്നതാണ്. എക്സിലൊക്കെ ആരാധകർ പ്രതികരിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട പ്രതികരണം എങ്ങനെയാണ്, ഇനി ഒരിക്കലും ട്രെൻറ്റ് അലക്സാണ്ടർ ആർണോൾഡിനെ ലിവർപൂളിൻ്റെ ജേഴ്സിയിൽ കളിപ്പിക്കരുത്, അവനെ ഗുഡ് ബൈ പറയാനുള്ള അവസരം കൊടുക്കരുത്, അവൻ വീട്ടിലിരുന്ന് കളി കാണട്ടെ, അതാണ് ഇനി ചെയ്യാനുള്ളത് എന്നാണ് ഒരു പ്രധാനപ്പെട്ട പോസ്റ്റ്. മറ്റൊന്ന് വരുന്നത്, ഒരു മത്സരം കൂടി അവൻ കളിക്കട്ടെ, എന്നിട്ട് അവനെ ഒരിക്കൽ കൂടി ലിവർപൂളിന് വേണ്ടി മികച്ച പ്രകടനം നടത്താൻ അനുവദിക്കാതിരിക്കുക, എന്നിട്ട് പുറത്താക്കുകയും വേണം. അതാണ് ചെയ്യേണ്ടത്. ഒരു കളി കൂടി കളിക്കുക, അതിനുശേഷമുള്ള നമ്മുടെ പ്രധാന മത്സരങ്ങളിൽ അവനെ കളിപ്പിക്കാതിരിക്കുക എന്നാണ് അടുത്തൊരു കമൻറ്റ്. അതുപോലെ തന്നെ വീണ്ടും വരുന്നത്, ട്രെൻറ്റ് അലക്സാണ്ടർ ആർണോൾഡിനെ ഈ സീസണിൽ ഇനി കളിപ്പിക്കരുത്, ഇഞ്ചോർഡായിട്ടിരിക്കുകയാണെന്നറിയാം, എന്തായാലും അത് മാറിക്കഴിഞ്ഞാലും വീണ്ടും ലിവർപൂളിന് വേണ്ടി കളിപ്പിക്കില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് മൊത്തത്തിലുള്ള ലിവർപൂൾ ഫാൻ ബേസിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതികരണം. കാരണം അവർ അത് അലക്സാണ്ടർ ആർണോൾഡിനോടുള്ള ദേഷ്യം കൊണ്ടല്ല, യഥാർത്ഥത്തിൽ അദ്ദേഹം അവിടെ വിട്ടുപോകുന്നതിലുള്ള സങ്കടം ഈ രൂപത്തിൽ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 6-ാമത്തെ വയസ്സിൽ അവിടെ ലിവർപൂളിലേക്ക് എത്തിയിട്ടുള്ളതാണ് അദ്ദേഹം. അതിനുശേഷം 18-ാം വയസ്സിൽ അവർക്ക് വേണ്ടി 2018 ഡെബ്യൂ നടത്തി. 26-കാരനായിട്ടുള്ള താരം 349 മത്സരങ്ങൾ ലിവർപൂളിന് വേണ്ടി കളിച്ചിട്ടുണ്ട്, 22 ഗോളുകൾ അടിച്ചിട്ടുണ്ട്, 87 അസിസ്റ്റുകൾ നേടിയിട്ടുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട റോള് വഹിച്ചിട്ടുള്ളയാളാണ്. അവിടെ വിട്ടു പോകുന്നത് സ്വാഭാവികമായിട്ടും ആരാധകർക്ക് നിരാശയുണ്ടാകും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.